ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ രുചിയിൽ ചീര കൊണ്ട് വട എങ്ങനെ ചെയ്തെടുക്കാമെന്ന് കണ്ടാലോ. അതിനായി ചീര തോരനൊക്കെ അരിയുന്നത് പോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത ചീര നമുക്കൊരു പാത്രത്തിലേക്കിട്ട് ചെറുതായി അരിഞ്ഞ സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും പെരിഞ്ചീരകവും കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ നല്ലതുപോലെ ചൂടാക്കിയ എണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കതിനെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് കടലമാവും 1 കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അല്പാൽപമായിട്ട് വെള്ളം തളിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോകാതെ നോക്കണം. അതുകൊണ്ട് അല്പാൽപമായിട്ട് വെള്ളം തളിച്ചു കൊടുത്ത് മാത്രം നമുക്കതിനെ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും. നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം നമുക്കതിനെ ചെറിയ ഉരുളകളാക്കി നമുക്ക് വടയൊക്കെ തട്ടിയെടുക്കുന്നത് പോലെ ഒന്ന് തട്ടിയെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ചെറു തീയിൽ 2 സൈഡും നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചീര കൊണ്ടുള്ള വട ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ചീരയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്